Good evening, everyone. Myself, Faaiz. I'm from AIIMS Nagpur. Okay. So, നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ ഏതാണ്? വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ. ഡയറക്ട്ലി എന്താണ് ഞാൻ കാര്യങ്ങളിൽ കടക്കാണ്. കുറെ പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്. ഓക്കെ. ഫസ്റ്റ്, വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ്. We all know work done by constant force is F vector F dot D. Right. Suppose C force is also same direction and displacement is also same direction, and cos theta will become 0. So we can write work equal to FD. Right, cos 0 is 1. Suppose distance is in this direction and force is in this direction, making theta with D. So here actually displacement we know FD cos theta. Actually we can make two components for F, right? The horizontal component is F cos theta. The vertical component is F sin theta. Actually, this horizontal component F cos theta is doing work. So we can also write that work done is equal to force along the direction of displacement. Here, that is F cos theta into D. Okay, yeah. Theta 90 degree അടിയിലാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും, 90 ഡിഗ്രിയിൽ മുകളിലാണെങ്കിൽ എന്തായിരിക്കും വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ്. സപ്പോസ് സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ എക്സ് കൊടുക്കുമ്പോൾ എന്താണ് ഫോഴ്സ് വരുന്നത്, കെ എക്സ്. അങ്ങനെ എക്സ് മാറുമ്പോൾ ഫോഴ്സ് മാറും. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ ഫോഴ്സ്. അത്തരം വേരിയബിൾ ഫോഴ്സിന്റെ കണ്ടീഷൻസിൽ നമ്മൾ വർക്ക് ഡൺ കാണാൻ ഡി ഡബ്ല്യു വി ക്യാൻ റൈറ്റ് എഫ് ഡോട്ട് ഡി ആർ അല്ലേ, due to a small distance dr. So net work done എന്തായിരിക്കും, integral f dot dr. Okay, ഇതായിരിക്കും വർക്ക് ഡൺ ഡ്യൂ ടു വാരിയബിൾ ഫോഴ്സ്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ആദ്യം എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എ പേഴ്സൺ pushes a box platform. Suppose he applies a force of 200 Newton over a distance of 15 meter. Thereafter, he gets progressively tired and his applied force reduces in linearly with the distance to 100 Newton. Okay, the total distance through which the box has moved 30 meter. What is the work done by the person during the total movement of the box? So, for 15 meter, he applied 200 Newton, and then next 30 meter, he applied 100 Newton. We know that displacement force displacement graph എടുത്താൽ അതിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടൂലേ. യാ, സോ നമുക്ക് ആദ്യം ഒരു ഗ്രാഫ് ഉണ്ടാക്കാം. വി നോ ദാറ്റ് വർക്ക് ഡൺ അല്ലെ എന്തിന് ഈക്വൽ ആയിരിക്കും, ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരക്കാം. ഞാൻ വരക്കാം. സപ്പോസ് ഞാൻ വൈ ആക്സിസിൽ എന്തെടുത്തു, ഡിസ്റ്റൻസ് എടുത്തു, വൈ ആക്സിസിൽ ഫോഴ്സ് എടുത്തു, എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, നമ്മള് ഫോഴ്സ് എത്രയൊക്കെയാണ്, 100 ന്യൂട്ടൺ ഉണ്ട്, പിന്നെ 200 ന്യൂട്ടൺ ഉണ്ട് അല്ലേ. ഡിസ്പ്ലേസ്മെന്റോ 15 മീറ്റർ ഉണ്ട്, 30 മീറ്റർ. റൈറ്റ്, ഗ്രാഫ് വരച്ചു. എങ്ങനെ ഗ്രാഫ് കിട്ടും, എന്താണ് പറഞ്ഞത്, 200 ന്യൂട്ടൺ എത്ര ഡിസ്റ്റൻസിലേക്ക്, 15 മീറ്ററിലേക്ക്. 200 ന്യൂട്ടൺ 15 മീറ്ററിലേക്ക്. സോ ഇങ്ങനെ ആയില്ലേ. യെസ്, പിന്നത്തെ ബാക്കിയുള്ള 15 മീറ്റർ, അതായത് 15 30 മീറ്ററിലേക്ക് വരെ എത്ര ഫോഴ്സ് ആണ്. Thereafter, he gets progressively tired and his applied force reduces linearly with the distance to 100. അങ്ങനെയാണ്, കോൺസ്റ്റന്റ് അല്ല. 200 ഫോഴ്സ് ഇങ്ങനെ കുറച്ച് 100ലേക്ക് എത്തി. ഇതല്ലേ കേസ്, ലീനിയർലി. ഒരേ സ്ലോപ്പ്, സെയിം സ്ലോപ്പ്, സ്ട്രൈറ്റ് ലൈൻ അല്ലേ. സോ ഇതിന്റെ അടിയിലുള്ള ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ, ഈ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, വർക്ക് ഡൺ കിട്ടും. സോ ഏരിയ കാണാം. ആദ്യം നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ കാണാം, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം, പിന്നെ നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാം, പിന്നെ ഈ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ മറക്കാണ് 1 2 3. സോ ഓരോന്ന് കണ്ടൂടെ, കാണാം. സോ ഏരിയ ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ വിൽ ബി ഹൗ മച്ച്,
breadth into length, 200 into 15, that is 3000 joule. Area 2 will be 100 into 50, 1500 joule. Area 3 will be half into 100 into 15, that is 750 joule. So total will be how much? 5250 joule. Right, simple calculation ആണ്. The concept എന്താണ് ഇവിടെ? Work done നമുക്ക് എങ്ങനെ കൂടി കാണാൻ പറ്റും? ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, അടുത്ത ചോദ്യം. Consider a force. Force is given, yeah, minus x I cap plus y j cap. So it's varying force, not a constant force. So we have to apply integration. The work done by this force in a moving particle from point A. A and the coordinates 1, 0, B the coordinates 0, 1 along the line segment is. Simple integration നമുക്ക് ചെയ്തു പോവാം അല്ലേ? Work done നമുക്കറിയാം, വേരിയബിൾ ഫോഴ്സിന് വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഈ ഡി ആർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഡി എക്സ് പ്ലസ് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് അല്ലേ? കോമൺ ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഡി ആർ. ഇവിടെ ഫോഴ്സ് എന്താണ്? ഇന്റഗ്രൽ ഫോഴ്സ് ഇസ് ഗിവൺ മൈനസ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് ഡോട്ട് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ്. ഓക്കെ, സോ നമുക്ക് ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് ഓഫ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് അല്ലെ ഐ ക്യാപ് ഐ ഡോട്ട് ഐ 1 പ്ലസ് എന്ത് കിട്ടും നമുക്ക്? ഇന്റഗ്രൽ വൈ ഡി വൈ. സെഡ് കെ ക്യാപ്പിന് ഒന്നുമില്ലല്ലോ ഇവിടെ, ബിക്കോസ് കെ ക്യാപ് ഡോട്ട് ഐ കെ ക്യാപ് ഡോട്ട് ജെ 0, 0 ആയി പോകും. സോ ഇനി നമുക്ക് എക്സിന്റെ ലിമിറ്റ് കൊടുത്താൽ മതി. എക്സിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്? എക്സിന്റെ കോർഡിനേറ്റ് 1 to 0 ആണ്. എക്സ് 1 to 0, വൈയോ 0 to 1. സോ നമുക്ക് ഇതിൽ കൊടുത്താൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2, 1 to 0 പ്ലസ് വൈ സ്ക്വയർ ബൈ 2, 0 to 1 അല്ലേ? അടുത്ത് പോയിക്കൂടെ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. So minus 0 by 2, 0 only. So minus 1 by 2 plus, wait, the minus will become plus. Get how much? 1 joule. So our answer will be 1 joule. Okay. Yes. Easy. Yeah. We have next question. When a rubber band is stretched by a exerts a restoring force of magnitude F is equal to ax plus bx square. Again, force is variable. Rubber again variable force. What is work done? Work done equal to integral F dot dr, right? നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. F equal to 0 to L അല്ലേ? L ലെങ്ത് അല്ലേ റബ്ബർ സ്ട്രെച്ച് ചെയ്യുന്നത്? ഫോഴ്സ് ഇസ് ഗിവൺ ax പ്ലസ് bx സ്ക്വയർ ഇൻറ്റു dx ഓൺലി. dr and dx എടുക്കാൻ ഒരു ഡയറക്ഷൻ മാത്രമല്ലേ. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ax dx ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ax സ്ക്വയർ ബൈ 2 പ്ലസ് bx സ്ക്വയർ dx bx ക്യൂബ് ബൈ 3. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് L. സോ നമുക്ക് എന്ത് കിട്ടും? കൊടുത്താൽ al സ്ക്വയർ ബൈ 2 പ്ലസ് bl ക്യൂബ് ബൈ 3. That is option C will be the correct answer. Okay. Yes. Next, work energy theorem. ഇങ്ങനെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്താണ് കോൺസെപ്റ്റ്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് കോൺസെപ്റ്റ്. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണ്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി.
work done by all forces will be equal to change in kinetic energy. Work done by all forces will be equal to change in kinetic energy. This is work energy theorem. Okay. നമുക്ക് നേരെ പ്രോബ്ലം സോൾവ് ചെയ്യാം, കുറച്ചുകൂടി ക്ലാരിറ്റി ആവും. A particle moves in one dimension from rest under the influence of a force that varies. Okay, blah blah blah. The kinetic energy of the particle after it has traveled 3 meters. So we have to find out kinetic energy, final kinetic energy. We have given force distance graph. From force distance graph, നമുക്കെന്ത് കിട്ടും? Work done. Work done കിട്ടിയാൽ നമുക്ക് എന്താ പറയാം? Work done by all force equal to change in kinetic energy. അത് നമുക്ക് എന്ത് കിട്ടും? Kinetic energy കാണാൻ പറ്റും. ഈസി. നമുക്ക് ആദ്യം ഇതിന്റെ ഏരിയ കാണണം അല്ലേ? ഫസ്റ്റ് ഈ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയായിരിക്കും? 2 × 2 4 അല്ലേ? ഇനി ഈ റെക്ടാംഗിൾ എത്രയാണ്? 1 × 2 2. ഈ ട്രയാംഗിൾ ഹാഫ് ഇൻറ്റു 1 × 1 ദാറ്റ് ഈസ് 0.5. സോ മൊത്തം എത്രയാണ് ഏരിയ? മൊത്തം എത്രയാണ് ഏരിയ? എത്രയാണ് വരുന്നത്? 6.5. സോ ഇതായിരിക്കൂലേ വർക്ക് ഡൺ. So we know from work energy theorem, work done equal to change in kinetic energy. So 6.5 joule equal to kinetic energy. Okay, started from rest. So initial kinetic energy will be 0. So final kinetic energy will be 6.5 joule because initial kinetic energy is 0. So the kinetic energy will be 6.5 joule. So option C will be the correct option. I have a beautiful question. 2020 question ആണ്. See, ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കാം എങ്ങനെയാന്ന് നോക്കാം. A small block starts from slipping down from a point B on an inclined plane AB, which is making an angle theta with the horizontal section BC smooth and the remaining section CA rough. Okay, remaining CA is rough. Coefficient of friction is mu. It is found that the block comes to rest as it reaches the bottom point A of the inclined plane. BC is equal to 2AC. The coefficient of friction is given by mu equal to K tan theta. We have to find out value of K. See, let me simplify for you. സപ്പോസ് ബി സി ഈക്വൽ ടു 2AC പറഞ്ഞിട്ട്, സോ ഇതിന്റെ ലെങ്ത് ഞാൻ L ആക്കി എടുത്താൽ ഇത് എത്രയായിരിക്കും? ഈ ലെങ്ത് ഒബ്വിയസ്ലി 2L അല്ലേ? ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. ബി സി എന്താണ്? ബി സി സ്മൂത്ത് ആണ്. എ സിയോ? എ സി റഫ് ആണ് അല്ലേ? എന്താ പറയേണ്ടത്? ബി സ്റ്റാർട്ട് ചെയ്തത് 0 അല്ലെ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് ബിന്ന് സ്റ്റാർട്ട് ചെയ്തത്. താഴെ എത്തിയപ്പോഴും ഫൈനൽ വെലോസിറ്റിയും 0 ആണ്. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ B to A വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താ? 0. സോ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് വിൽ ബി 0. അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? യെസ്. സോ അഗെയിൻ വർക്ക് എനർജി തിയറി ആണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ടോട്ടൽ വർക്ക് work done by all forces equal to change in kinetic energy. ഇവിടെ initially velocity 0, finally velocity 0. So change in kinetic energy will be 0. ഇനി ഇവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആരും? ഫ്രിക്ഷനും. റഫ് സർഫസ് അല്ലേ? എ സി റഫ് സർഫസ് ആയതുകൊണ്ട് ഫ്രിക്ഷൻ വർക്ക് ചെയ്യും അല്ലേ? സോൾവ് ചെയ്യാം. ഇനി നമുക്കറിയാം അല്ലെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വരുമ്പോൾ എപ്പോൾ നമ്മൾ അറിയുന്നതാണ് എന്ത്? യെസ്, ഇങ്ങനെ എടുത്താൽ ഇത് തീറ്റ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോർമൽ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് mg കോസ് തീറ്റ, മുകളിലോട്ടേക്ക് നോർമൽ, ഇങ്ങോട്ടേക്കോ mg സൈൻ തീറ്റ, റൈറ്റ്, ഇങ്ങോട്ടേക്ക് ഫ്രിക്ഷൻ അല്ലേ? സോ ഇവിടെ ഗ്രാവിറ്റി mg സൈൻ തീറ്റ ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. mg കോസ് തീറ്റ നോർമലിൽ ബാലൻസ് ചെയ്യുന്നു. സോ ബൈ ഗ്രാവിറ്റി എത്രയാണ്? mg സൈൻ തീറ്റ അല്ലേ? 3L അല്ലേ ഫുൾ ലെങ്ത് അല്ലേ? ഇവിടം വരെ വരാൻ 3L ലെങ്ത് ഇല്ലേ? സോ അത്രയും ലെങ്ത്തിൽ ഗ്രാവിറ്റി mg സൈൻ തീറ്റ വർക്ക് ചെയ്യും. പ്ലസ് ഫ്രിക്ഷനോ? ഫ്രിക്ഷൻ വെറും AC മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ L ലെങ്ത്തിൽ മാത്രം. ആൻഡ് ഫ്രിക്ഷൻ ഈസ് mg സൈൻ തീറ്റ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഫ്രിക്ഷൻ അങ്ങോട്ടേക്ക്. സോ മൈനസ് എടുക്കണ്ടേ? ഒബ്വിയസ്ലി നമ്മൾ മൈനസ് എടുക്കണം. സോ മൈനസ് F ഇൻറ്റു ഫ്രിക്ഷണൽ ഫോഴ്സ് F ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് L വിൽ ബി 0. ഇങ്ങനെ എഴുതിക്കോട്ടെ. ഇനി നമുക്ക് mg സൈൻ തീറ്റ ഇൻറ്റു 3L. എഫ് എന്താണ്? മ്യൂ ഇൻറ്റു എൻ, മ്യൂ നോർമൽ, മ്യൂ ഇൻറ്റു എൻ ഇൻറ്റു എൽ. എൻ എന്താണ് ഇവിടെ? എൻ ഈക്വൽ ടു mg കോസ് തീറ്റ. സോ മ്യൂ mg കോസ് തീറ്റ ഇൻറ്റു എൽ, മ്യൂ mg കോസ് തീറ്റ ഇൻറ്റു എൽ, മ്യൂ എൻ, ഓക്കെ, വിൽ ബി 0. സോ ഐ ക്യാൻ റൈറ്റ് mg സൈൻ തീറ്റ 3L ഈക്വൽ ടു
mu mg cos theta L. So mg I can cut, L I can cut. So I'm getting sin theta into 3 equal to mu cos theta, or 3 into tan theta equal to mu. 3 into tan theta equal to mu. So K will be 3 into tan theta equal to mu. Yeah, so K will be 3. Yeah, so K is K 3 ആണ്. Okay, easy. Simple ആയിട്ട് വർക്ക് എനർജി തിയറം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. A body of mass starts moving from rest along x-axis so that its velocity varies as v equal to a root s, where a is a constant and is the distance covered by the body. The total work done by all the forces acting on the body in the first second after the start of the motion is. So here നമുക്ക് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്നിട്ടുണ്ട് റിലേഷൻ. നമുക്ക് ഓക്കെ. സോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്തുണ്ട് നമ്മളെ കയ്യില്? റിലേഷൻ ഉണ്ട്. എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നു കണ്ടോ? നമുക്കറിയാം വർക്ക് ഡൺ. ഇവിടെ എന്താണ് ചോദിച്ചത്? വർക്ക് ഡൺ. സോ വർക്ക് ഡൺ കാണണമെങ്കിൽ നമുക്ക് എന്താ വർക്ക് എനർജി തിയറും വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കിട്ടണം, നമുക്ക് എന്താ കിട്ടണം? വെലോസിറ്റി കിട്ടണം. സോ നമുക്ക് ഇതിന് വെലോസിറ്റി ടൈം ഉള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണുള്ളത്, പക്ഷെ പ്രോബ്ലത്തിൽ നമുക്ക് ടൈം റിലേഷൻ അല്ലേ? സോ ടൈം ഉണ്ട് പ്രോബ്ലത്തിൽ. സോ നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ ഉള്ള ഇക്വേഷൻ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. സോ വി ഹാവ് ഗിവൺ വി ഈക്വൽ ടു എ റൂട്ട് എസ്. ഓക്കെ നോക്കിക്കോ, വി നമുക്ക് എങ്ങനെ എഴുതാം? ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ റൂട്ട് എസ്, റൈറ്റ്? സോ ഡി എസ് ബൈ റൂട്ട് എസ് ഈക്വൽ ടു എ ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്തോ. എസ് 0 എസിലേക്ക്, 0 ടിയിലേക്ക്. ഡി എസ് ബൈ റൂട്ട് എസ് 2 റൂട്ട് എസ് അല്ലെ? കുറെ പ്രാവശ്യം ചെയ്താണ്. 2 റൂട്ട് എസ് ഈക്വൽ ടു 80. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ടി സ്ക്വയർ ബൈ 4. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് വെലോസിറ്റി ടൈം കിട്ടത്തില്ലേ? റിലേഷൻ വെലോസിറ്റി ഈക്വൽ ടു എ സ്ക്വയർ ബൈ 4 2t, ഓർ വെലോസിറ്റി ഈക്വൽ ടു a square into t by 2. So velocity equal to a square t by 2. So yeah, a body of mass starts from rest, right? Starts from rest. So initial kinetic energy is 0. We know that work done equal to change in kinetic energy, that is final minus initial. Work done equal to final kinetic energy. This will be 0. Final kinetic energy is half into m into v square. So we know v is half into m into v is, this is v square, a raised to 4 t square by 4. So our answer will be 1 by 8 m a raised to 4 t square. 1 by 8 m a raised to 4 t square. So which option? Yeah, option A will be the correct answer. Next is spring energy. Spring energy means spring's potential energy. See, right? എന്റെ കയ്യിൽ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ എന്ത് ചെയ്യും? സ്പ്രിംഗ് എന്ത് ചെയ്യും? യെസ്, എത്ര ഫോഴ്സ്, എത്ര ഡിസ്റ്റൻസ് ആ എഫ് ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്തു, അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് കെ എക്സ് സ്പ്രിംഗ് അങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യത്തില്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യാ, സോ അതിന്റെ വർക്ക് ഡൺ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയർ തന്നെയാണ് സ്പ്രിംഗിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്ന എനർജി. സോ സ്പ്രിംഗ്സ് എനർജി വിൽ ബി ഹൗ മച്ച്? സിമ്പിൾ, ദാറ്റ് ഓൺലി, half kx square. Okay, simple concept, half kx square. We have a question here. So ചോദ്യം ചെയ്താൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ആവും. നോക്കിക്കോ. A block of mass m lying on a smooth horizontal surface, it is attached to a spring of spring constant k. The other end of the spring is fixed as shown in this figure. The block is initially at rest in its equilibrium position. If now the block is pulled with the constant force, of the maximum speed of the block is. See, ഞാൻ ഇവിടെ ഫോഴ്സ് എഫ് കൊടുക്കാണ്, റൈറ്റ്? എഫ് കൊടുക്കാണ്. സോ ആദ്യം ഇങ്ങനെ എഫ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ് ഡിസ്പ്ലേസ് ആകും. സോ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആര് ആക്ട് ചെയ്യും? കെ എക്സ്.
അങ്ങനെ എഫ് അപ്ലൈ ചെയ്ത് കെ എക്സിന് ഒരു എഫ് ഒരു എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. കെ എക്സ് എന്ത് ചെയ്യും, കൂടി വരും. സോ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എഫും കെ എക്സും ഈക്വൽ ആകും അല്ലേ? ഈക്വൽ ആവും. പിന്നെ ഞാൻ ഫോഴ്സ് കൊടുത്താൽ പിന്നെ എനിക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നില്ല, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, കെ എക്സ് കൂടും. സോ എന്ത് ചെയ്യും, റിട്ടാർഡ് ചെയ്യും അല്ലേ? സോ കോൺസെപ്റ്റ് എന്താണ്, ഇവിടെയുള്ള എഫ് നെറ്റ് എന്തായിരിക്കും, എഫ് നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ എഫ് മൈനസ് കെ എക്സ് ആയിരിക്കും അല്ലേ? സോ ആക്സലറേഷൻ കൂടി ചോദ്യം എന്താണ്, മാക്സിമം സ്പീഡ് സി. അപ്പോ ഈ എഫ് നെറ്റ് സീറോ ആവുന്ന തൊട്ട് പോയിന്റ് ഉണ്ടല്ലോ, ആ തൊട്ട് പോയിന്റ് വരെയാണ് ഇത് ഈ ആക്സലറേറ്റ് ചെയ്ത് പോകുന്നത്. എഫ് നെറ്റ് സീറോ കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ റിട്ടാർഡേഷൻ ആണ്. സോ ആ പോയിന്റ് വരെ ആക്സലറേഷൻ ഉണ്ടാവും. സോ ആ മാക്സിമം വെലോസിറ്റി എവിടെ ഉണ്ടാവുക, അവിടെയാണ് ഉണ്ടാവുക. സോ നമുക്ക് എഫ് നെറ്റ് സീറോ കൊടുക്കാം. ഓക്കെ, സോ എഫ് നെറ്റ് സീറോ മീൻസ് ആ പോയിന്റ് ആക്സലറേഷൻ സീറോ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വരെ. സോ ഇവിടെ നമുക്ക് വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, വർക്ക് ഡൺ ബൈ ഫോഴ്സ് എഫ് ആൻഡ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് അല്ലെ? സ്പ്രിംഗും വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് എഫും വർക്ക് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഫൈനൽ സ്ക്വയർ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, റൈറ്റ്? initial at rest. So initial kinetic energy is zero. But is work done by force F. F force apply ചെയ്യുന്നു, distance move ചെയ്തത് x. So F into x. Okay. Minus half kx square. This will be the work done by spring for moving x distance. Will be equal to half m. Okay. So I can write F is equal to kx, right? F is equal to kx. So this will become kx square minus half kx square equal to half mvf square. So half kx square equal to half mvf square. So half I can cut. So I will get v final as k by m root k by m x. Okay, we have to find an answer is in terms of f. So we can substitute x as f by k. So root of k by m into f by k. This will become root, we can cancel. So root of f by root of k. F by root of k, which option? F by root of k, option D. F by root of mk. Okay, simple concept. Next, conservative and non-conservative forces. എന്താണ് കോൺസർവേറ്റീവ് ഫോഴ്സസിന് അർത്ഥം എന്താണ്? യെസ്, അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ആയിരിക്കും വർക്ക് ഡൺ അല്ലെ? ഞാനിപ്പോ എന്ത് ചെയ്തു, എന്ന് ബിയിലേക്ക് സി, ഇത് പാത്ത് 1, ഇത് പാത്ത് 2. ഇനി നോൺ കൺസർവേറ്റീവിലോ, ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് ഫസ്റ്റ് പാത്ത്, സെക്കൻഡ് പാത്ത്. യെസ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഇവിടെയും വർക്ക് ഡൺ രണ്ടാമത്തെ പാത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്തല്ല, പാത്ത് ഡിപ്പെൻഡന്റ് അല്ല. പക്ഷെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സോ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇവിടെ വർക്ക് ഡൺ 1 നോട്ട് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ സെക്കൻഡ് പാത്ത്. That's all. Simple concept only. Next, potential energy. It's again a very simple concept, right? See, നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് റെഫറൻസ് എടുക്കുക. നമുക്ക് എവിടെയും വേണ്ട റെഫറൻസ് എടുക്കാം. സപ്പോസ് ഞാൻ ഇവിടെ റെഫറൻസ് എടുത്തു. സോ എന്റെ റെഫറൻസിൽ പൊട്ടൻഷ്യൽ എനർജി എന്താവണം, സീറോ ആണ്. റെഫറൻസ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി സീറോ അറ്റ് ദാറ്റ് പോയിന്റ്. ഞാൻ എച്ച് ഹൈറ്റ് എന്ത് ചെയ്തു, മുകളിൽ കൊണ്ടുപോയാൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, പ്ലസ് എം ജി എച്ച്. താഴോട്ടേക്ക് എക്സ് ഡിസ്റ്റൻസ് പോയാൽ എന്തായിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി, മൈനസ് എം ജി എക്സ്. ഈസി, സിമ്പിൾ. It's all about taking a reference. Okay, we have a beautiful question. A uniform chain of length L and mass M is lying on a smooth table and 1/3 of its length is hanging vertically down over the edge of the table. If these acceleration to gravity, the work required to pull the hanging part onto the table. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹാങ്ങിങ് പാർട്ടിനെ കൂടി പുള്ള് ചെയ്ത് ടേബിൾ മേലേക്ക് എത്തിക്കണം അല്ലേ? ഇതിന്റെ ഇത് എത്രയാണ്, L/3 കേട്ടോ, ലെങ്ത് L/3 ആണ്. ഓക്കെ, യെസ്. സോ സി, ഇതാണ് കണ്ടീഷൻ അല്ലേ? സോ ഈ ചെയിൻ ഉണ്ടല്ലോ, L/3 ലെങ്ത് ഉള്ള ചെയിന്, ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ് ഉണ്ടാവുക അല്ലെ? സെന്റർ ഓഫ് മാസ് ടേബിളിന് എത്ര ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക, L/6 ഹാഫിൽ അല്ലേ? സോ
ഞാൻ എടുക്കാണ് ടേബിൾ റെഫറൻസ് എടുക്കാണ്. ഇതാണ് എന്റെ റെഫറൻസ്. സി അതാണ് എന്റെ റെഫറൻസ്. സോ ഇവിടെ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി 0. സോ ഇപ്പം ഈ ചെയിനുള്ള പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മാസ് ഓഫ് ദ ചെയിൻ എം ചെയിൻ ഇൻറ്റു L/6 ഇൻറ്റു mgh. റൈറ്റ്, ഇതായിരിക്കത്തില്ലേ? ആയിരിക്കും. നമുക്ക് മാസ് ഓഫ് ദ ചെയിൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫുള്ള്, അതായത് ലെങ്ത് എല്ലില് മാസ് എം ആണ്. ഇവിടെ ചെയിനിന്റെ ലെങ്ത് എത്ര? L/3. സോ മാസ് എത്ര ആയിരിക്കും? M/3. സോ ഈസിയില്ലേ? സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാങ്ങിങ് ചെയിൻ വിൽ ബി M/3 ഇൻറ്റു G ഇൻറ്റു L/6, അതായത് mgL/18. സോ ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അതിന് ടേബിളിലേക്ക് വലിച്ചു കയറ്റണമെങ്കിൽ ഇത്രയും കൊടുത്താൽ പോരെ? ഇത്രയും കൊടുത്താൽ എന്ത് ചെയ്യും? മൈനസ് ആയിരിക്കും അല്ലേ? മൈനസ് ആയിരിക്കും. ഇത്രയും കൊടുത്താല് പ്ലസ് mgL/18 കൊടുത്താല് ചെയിൻ എന്ത് ചെയ്യും? ടേബിളിലേക്ക് വരും. സോ കൊടുക്കേണ്ട വർക്ക് എത്രയായിരിക്കും? mgL/18. Okay. Next is again a very beautiful but very important concept: stable and unstable neutral equilibrium. See, stable equilibrium എന്ന് പറഞ്ഞാൽ ഇതാണ് stable equilibrium ത്തിന്റെ ഡെമോൺസ്ട്രേഷൻ. unstable neutral. സപ്പോസ് ഇവിടെ എന്റെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ. ഞാൻ ഈ പാർട്ടിക്കിളിനെ ഇങ്ങോട്ടേക്ക് നീക്കിയാൽ എന്ത് ചെയ്യും? പാർട്ടിക്കിൾ വീണ്ടും തിരിച്ച് താഴോട്ടേക്ക് പോരും അല്ലേ? അതിന്റെ അർത്ഥം ഇവിടെ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം മീൻസ് എഫ് നെറ്റ് 0. നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയോ, ഞാൻ ഈ ഇക്വിലിബ്രിയം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ആക്കിയാലോ? താഴോട്ടേക്ക് തന്നെ ഇനി പോരുന്നത് അല്ലെ? ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് അല്ലേ? ഇനി ജസ്റ്റ് ഞാനിങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ വെച്ചായിരുന്നാണ് ന്യൂട്രൽ. അത് എങ്ങോട്ട് നീക്കിയാലും എവിടെയും പോകത്തൊന്നുമില്ല. ന്യൂട്രൽ ഇക്വിലിബ്രിയം. പക്ഷെ 3 കേസിലും എന്താണ്? എഫ് നെറ്റ് എന്താണ്? 0. ഇക്വിലിബ്രിയം മീൻസ് എഫ് നെറ്റ് 0 അല്ലെ? ഇക്വിലിബ്രിയത്തിന്റെ മീനിങ് തന്നെ എന്താണ്? എഫ് നെറ്റ് 0. ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്കില്ലേ ഈ ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി ഒരു ഇക്വേഷൻ ആണ്. എന്താണത്? ഫോഴ്സ് ഈസ് മൈനസ് du/dr. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഇക്വേഷൻ. അതായത് സ്ലോപ്പ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമുക്ക് ഫോഴ്സ് കിട്ടും. F is equal to minus du/dr. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം നോക്കിക്കോ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ diatomic molecule is a function dependent as potential energy is given dependent on R. The equilibrium distance is the equilibrium means F net equal to 0. ഇക്വിലിബ്രിയം എന്ന് കേട്ടാൽ F net 0. നമ്മളെ കയ്യിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? we know the formula. We know the formula F equal to minus du/dr. ഫോർമുല അറിയാൻ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ചെയ്തൂടെ? സോ F equal to minus d/dr ഓഫ്, ഇവിടെ ഫോഴ്സ് എത്രയാണ്? A into by r⁻10 ആണ്. അതിന് r⁻−10 minus beta into r⁻−5 minus 3. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? F is equal to minus 10a r⁻11. ഒന്ന് കൂടും, -11. ഇത് നമുക്ക് എന്താവും? പ്ലസ് ആകും. 5 ബീറ്റ r⁻−6 -3 കോൺസ്റ്റന്റ്. സോ 0. ഇതാണ് നമ്മളെ ഫോഴ്സ്. നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം എന്താണ്? ഫോഴ്സ് എന്തായിരിക്കും? അറ്റ് ഇക്വിലിബ്രിയം ഫോഴ്സ് 0 ആയിരിക്കും. സോ നമുക്ക് ഇതിനെ 0 ആക്കി എടുത്തൂടെ? ഇത് 0 ആക്കി എടുത്താൽ എന്ത് കിട്ടി? 10a r⁻−11 equal to 5b r⁻−6 or 10a/r⁻11 equal to 5 beta by r⁻6. കിട്ടിയ r⁻5 കിട്ടി 2 അല്ലേ? നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ എന്ത് കിട്ടി? 2a/beta equal to r⁻5 or r equal to 2a/beta all raised to 1/5.
So A by B is 1 by 5. So A is 1, right? 2 alpha by beta. This is alpha, right? This is A only. 2A. Yeah, 2A by beta raised to B. Oh, this is alpha. Okay. Whatever it is, A will be 1. A will be 1. Okay. A will be 1. Okay. Next. A particle of mass m moves in a circular orbit under the centripetal potential field. We have given U. Yeah, potential with R relation minus C by R. Correct radius velocity graph of the particle motion is. We have to find out radius velocity. Okay. So we know that F equal to minus du by dr. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും. അത് നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വെലോസിറ്റി റേഡിയസ് ഇക്വേഷൻ കിട്ടും. നോക്കിക്കോ എങ്ങനെ കിട്ടുന്നത്. എഫ് ഈക്വൽ ടു മൈനസ് യു എത്രയാണ്? സി ബൈ ആർ അല്ലേ? സോ മൈനസ് ഓഫ് എന്ത് കിട്ടും നമുക്ക് ചെയ്താൽ? മൈനസ് ഓഫ് മൈനസ് സി ഇൻറ്റു 1 ബൈ ആർ സ്ക്വയർ അല്ലേ? ഇത്ര കിട്ടും. സോ എഫ് വിൽ ബി ഹൗ മച്ച്? മോഡ് എടുത്താണെങ്കിൽ മൈനസ് സി ബൈ ആർ സ്ക്വയർ. മൈനസ് സി ബൈ ആർ സ്ക്വയർ. ഇല്ലില്ല, ഇവിടെ മൈനസ് ഉണ്ടാകത്തില്ലല്ലോ. മൂലത്തിന് ആവശ്യമില്ല. സി ബൈ ആർ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ആർ സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ഈക്വൽ ടു സി ബൈ ആർ സ്ക്വയർ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്? എം ബി സ്ക്വയർ ബൈ ആർ. സർക്കിള് ക്വസ്റ്റനിൽ ഗിവൺ ആണ് എന്ത്? മൂവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. എം ബി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു സി ബൈ ആർ സ്ക്വയർ. സോ നമുക്ക് വെലോസിറ്റി എന്ന് കിട്ടും. നമുക്ക് ആർ ആർ വി ക്യാൻ കട്ട്. വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. സ്ക്വയർ വി സ്ക്വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏത് ഗ്രാഫ് കിട്ടും? ഇതല്ല ഇതുമല്ല. യെസ്, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ അല്ലേ? വി സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് അവർ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. എന്താണ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ? മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആദ്യം നമ്മൾ എന്താണ് റിക്വയർമെന്റ് എന്താണ്? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ 0 ആയിരിക്കണം. പിന്നെയോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് സ്പ്രിംഗ് എനർജി എന്തായിരിക്കും? ഇതിന്റെ സം എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ. എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷനും വർക്ക് ഡൺ ബൈ എക്സ്റ്റേണലും 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് സ്പ്രിംഗ് എനർജി എന്തായിരിക്കും? ഇതിന്റെ സം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. എന്താണ്? ആസ് ഷോൺ ഇൻ ദ ഫിഗർ, എ particle of mass 10 kg is placed at point A. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം വെച്ചിട്ടുണ്ട്. When the particle is slightly displaced to its right, it starts moving and reaches the point B. The speed of the particle at B is x meter per second. Okay. ഇവിടെയുള്ള സ്പീഡ് എത്രയാണ്? x meter per second. The value of x. സിമ്പിൾ. എ എന്ന് ബിയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ഡ്രോപ്പ് ആവില്ലേ? ആ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായി മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? ഞാൻ എന്തെടുക്കാണ്? ഞാൻ ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ എന്തായിട്ട് എടുക്കാണ്? റെഫറൻസ് എടുക്കാം. ഓക്കെ, റെഫറൻസ് ആയിട്ട് എടുക്കാണ്. ബിക്ക് കറസ്പോണ്ടിങ്ങിൽ എന്താണ്? റെഫറൻസ് എടുക്കാണ്. സോ ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി 0. ഇനി എ പോയിന്റ് ഉണ്ട്, ബി പോയിന്റ് ഉണ്ട് അല്ലേ? നോക്കാം, നോക്കിക്കോ. സോ എ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി 0. എ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയോ ഇവിടുത്തെ 10 മീറ്റർ അല്ലേ? ഇത് 10 മീറ്റർ അല്ലേ? സോ ഇത് എത്രയായിരിക്കും? 5 മീറ്റർ. സോ എം ജി ഇൻറ്റു 5. ഇനി ബിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി 0. കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെ? ക്വസ്റ്റൻ തന്നെ വെലോസിറ്റി എക്സ് ആണ്. സോ എന്ത് കിട്ടി? ഹാഫ് എം എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എം ജി. mm we can cancel. X square equal to 10g. That is x is 10, right? Because g is given as 10. So x is 10. So
x is 10 meter per second. X is 10. Okay. Next, collisions in one dimension. Okay. കുറച്ച് വൃത്തിക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സപ്പോസ് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ മൊമെന്റം കൺസേർവ് ചെയ്യാണ്. ഓക്കെ, സപ്പോസ് ഇതാണ് കേസ് എന്ന് വിചാരിച്ചോ. എന്താണ് കേസ്? സി m1 മാസ് u1 വെലോസിറ്റിയിൽ വന്നു, m2 മാസ് u2 വെലോസിറ്റിയിൽ വന്നു. അത് തമ്മിൽ എന്ത് ചെയ്യൂ? കൊളൈഡ് ചെയ്തു. ഇതെന്ത് കണ്ടീഷനാണ്? ഇത് ജസ്റ്റ് ബിഫോർ കൊളേഷൻ. ഇതാണ് കണ്ടീഷൻ. m1 u1 വരുന്നു, m2 u2 വരുന്നു. ജസ്റ്റ് ആഫ്റ്റർ ദ കൊളേഷൻ എന്താന്ന് നോക്കാം. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ m1 വെലോസിറ്റി കിട്ടി v1, m2 വെലോസിറ്റി കിട്ടി എന്ത്? v2 അല്ലേ? സോ നമുക്ക് ഇവിടെ എന്ത് കൺസേർവ് ചെയ്യാം? മൊമെന്റം കൺസേർവ് ചെയ്യാം അല്ലേ? മൊമെന്റം കൺസേർവ് ചെയ്താൽ എന്താ നമ്മൾ ഇക്വേഷൻ കിട്ടുക? യെസ്, ഇനീഷ്യൽ മൊമെന്റം m1 u1 പ്ലസ് m2 u2 വിൽ ബി ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, ദറ്റ് ഈസ് ഇ. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ദറ്റ് ഈസ് ഇ. ഇന്റെ വാല്യൂ എങ്ങനെയാണെന്ന് അറിയാവോ? ഇന്റെ വാല്യൂ 0ക്കും 1നും ഇടക്കായിരിക്കും. 0 ആവും 1 ആവും, 0ക്കും 1നും ഇടക്കായിരിക്കും. ഇന്റെ വാല്യൂ 0 ആയാൽ അതിനർത്ഥം എന്താണ്? ഓക്കെ, അത്തരം കൊളീഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ലേ? ഇനി ഈ 0-നെക്കാട്ടും കൂടുതൽ പക്ഷെ 1-നെക്കാട്ടും കുറവ്, അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാം? ജസ്റ്റ് ഇൻഇലാസ്റ്റിക്. ഇനി വെരി ഇമ്പോർട്ടന്റ് ഇ ഈക്വൽ ടു 1. ഇതെന്ത് കൊളീഷൻ ആയിരിക്കും? ഇലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇലാസ്റ്റിക് or perfectly elastic. Okay, coefficient of restitution is E. E equal to 0 means perfectly inelastic. E equal to 1 means perfectly elastic. അതിനിടക്കുള്ള വാല്യൂ inelastic. Okay, yeah. Next എന്താണ്? ഇക്ക് വേറൊരു നമ്മളെ ഫോർമുല എന്താണ്? coefficient of restitution E equal to relative speed just after collision, JAC, divided by relative speed just before collision. ഈ റിലേറ്റീവ് എടുക്കുമ്പോൾ ഈ റിലേറ്റീവ് സ്പീഡും പോസിറ്റീവിൽ എടുക്കണം, ഈ റിലേറ്റീവ് സ്പീഡും പോസിറ്റീവിൽ എടുക്കണം. ദാറ്റ് ഈസ് എ റിക്വയർമെന്റ്. ഈക്വൽ ടു റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ബിഫോർ കൊളീഷൻ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു എന്താണ്? എ ബൈ ബി ആണ്. ആഫ്റ്റർ ബൈ ബിഫോർ ആണ്, ഒരിക്കലും മറന്നു പോകും. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ബിഫോർ കൊളീഷൻ. റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ബിഫോർ കൊളീഷൻ. ഓക്കെ, രണ്ട് റിലേറ്റീവ് സ്പീഡും പോസിറ്റീവിൽ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഈ കേസിൽ തന്നെ, ഈ കേസിൽ നമ്മൾ ഈ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ കേസിൽ ഇങ്ങനെയാണ് ഗിവൺ എന്ന് വിചാരിച്ചോ. v1 ഗ്രേറ്റർ ദാൻ v2, അതല്ല, ഇങ്ങനെയാണ് കേസ്. അതായത് u1 ഗ്രേറ്റർ ദാൻ u2 ആണ്, v2 ഗ്രേറ്റർ ദാൻ v1 ആണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഈ എടുക്കുമ്പോൾ എങ്ങനെ എഴുതണം? നമുക്കറിയാം റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ ബൈ ജസ്റ്റ് ബിഫോർ. ജസ്റ്റ് ആഫ്റ്റർ എന്തുണ്ട്? v2 ഉണ്ട്, v1 ഉണ്ട് നമ്മൾ അല്ലേ? ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. സോ v2 അല്ലേ വലുത്, അപ്പൊ v2 v1 കുറച്ചാണ്, കാരണം രണ്ട് സൈഡും പോസിറ്റീവ് ആയിരിക്കണം. ബൈ ജസ്റ്റ് ബിഫോർ കൊളീഷൻ. നമ്മൾ u1 ഉണ്ട്, u2 ഉണ്ട്, പക്ഷെ അതിന്റെ റിലേറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടണം. സോ കൂടുതലുള്ളത് കുറക്കുക. സോ u1 അല്ലേ കൂടുതൽ, സോ u1 മൈനസ് u2. ഇക്വേഷൻ അല്ല, ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് ഈക്വൽ ടു ജസ്റ്റ് ആഫ്റ്റർ അല്ലെ, റിലേറ്റീവ് വെലോസിറ്റി, റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ബൈ ജസ്റ്റ് ബിഫോർ കൊളീഷൻ. പക്ഷെ രണ്ട് വാല്യൂ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, യെസ്, റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ബിഫോർ കൊളീഷൻ അല്ലെ? പ്രോബ്ലം സോൾവിങ്.
question. An object of mass m1 collides with another object of mass m2, which is at rest. After elastic collision, the objects move with equal. This elastic, right? Elastic collision. Elastic collision എന്ന് കേട്ട ആദ്യം എന്ത് ഓർമ്മ വരണം? Elastic collision means E equal to 1. Yes. So question E equal to 1. After the collision, objects move with equal speeds in opposite direction. The ratio of the masses m2 and m1 is. So നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡയഗ്രാമാറ്റിക്കലി നോക്കാം എങ്ങനെയാന്ന് നോക്കാം. അതായത് E equal to 1 ആണ് ക്വസ്റ്റനിൽ ഗിവൺ ആണ് അല്ലെ. ജസ്റ്റ് ബിഫോർ കൊളീഷൻ എന്തൊക്കെയാണ്? എം മാസ് ഉണ്ട്, യു വെലോസിറ്റിയിൽ പോകുന്നു. മറ്റേ എം മാസ് ഉണ്ട്, അതെന്താണ്? റെസ്റ്റിലാണ് അല്ലേ. ഇനി ആഫ്റ്റർ കൊളീഷൻ എന്ത് സംഭവിച്ചു? എം മാസ് ഇങ്ങോട്ടേക്ക് വന്നു, സെയിം സ്പീഡിലാണ് m1. ഓക്കെ, രണ്ടിന്റെയും മാസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, m1 m1 മാസ് വി വെലോസിറ്റിയിൽ ഇങ്ങോട്ടേക്ക് പോയി. ഇങ്ങനെയാണെങ്കിൽ m2 മാസ് വി വെലോസിറ്റി ഇങ്ങോട്ടേക്ക്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ കൊളീഷൻ ഒബ്ജക്ട്സ് മൂവ് വിത്ത് ഈക്വൽ സ്പീഡ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ പിക്ചറൈസേഷൻ, പെർഫെക്റ്റ് പിക്ചറൈസേഷൻ. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മൊമെന്റം കൺസേർവ് ചെയ്യാം. ഇനീഷ്യൽ മൊമെന്റം mu മാത്രം. mu ഈക്വൽ ടു, ഞാൻ ഈ ഡയറക്ഷൻ എന്ത് ചെയ്തെടുത്തു? പോസിറ്റീവ് എടുത്തു. സോ mu ഈക്വൽ ടു മൈനസ് m1v പ്ലസ് m2v അല്ലേ. ഇനി ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. ഈ നമുക്ക് എന്തറിയാം? is relative speed just after collision divided by relative speed just before collision, right? So relative speed just after collision എത്രയാ? After collision v minus v divided by u minus 0, that is 2v by u. E equal to 1 ആണെന്ന് അറിയാം. So 2v equal to u. So 2v equal to u ആണ്. 2v u ആണെങ്കിൽ m into 2v, sorry, m1 into 2v equal to minus m1v plus m2v. m1v ഞാൻ ഈ സൈഡൊക്കെ എടുത്താൽ എനിക്ക് എന്തെഴുതാം? 3m1v equal to m2v. v cancel, അതായത് 3m1 equal to m2. ഓക്കെ, 3m1 equal to m2 ആണെങ്കിൽ m2 by m1 ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ m2 by m1 എന്തായിരിക്കും? 3. m2 by m1 3. So 3:1. Yeah, ratio of the masses will be m2:m1 will be 3:1. Next is collision in 2 dimension. Collision in 2 dimension ഇങ്ങനെ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇനീഷ്യൽ കേസ് ഇങ്ങനെയാണ്. അതായത് എന്താണ്? m1 മാസ് u1 വെലോസിറ്റിയിൽ പോകുന്നു. m2 മാസ് ഉണ്ട്, അതെന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ, ഫൈനലി ഇങ്ങനെ സംഭവിച്ചത്. അതായത് m1 മാസ് v1 വെലോസിറ്റിയിൽ മേക്കിംഗ് തീറ്റ ഹൊറിസോണ്ടൽ പോവാണ്. m2 മാസ് v2 വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോവാണ്. അഗൈൻ മേക്കിംഗ് θ1 ആണ്, ഇത് θ2. സോ കോമ്പണന്റ് ആക്കി കൂടെ. സോ ഇങ്ങോട്ടേക്ക് എത്ര വരും? m1 v1 cos θ അല്ലേ. v1 cos θ1. ഇങ്ങോട്ടേക്കോ v1 sin θ1. ഇവിടെ ഇങ്ങോട്ടേക്കോ v2 cos θ2 v2 sin θ2. സോ ഇവിടെ നമുക്ക് മൊമെന്റം കൺസേർവ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? മൊമെന്റം കൺസേർവ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? m1 u1. ഇനീഷ്യൽ മൊമെന്റം എന്താണ്? m1 u1. ഇതാണ് എന്ത്? ഇനീഷ്യൽ മൊമെന്റം. ഇനീഷ്യൽ മൊമെന്റം ഈസ് m1 v1 അല്ലേ. ഫൈനൽ മൊമെന്റോ? ഓക്കെ, നമുക്ക് ഡിറക്ഷൻ പറയണം അല്ലേ. ഡിറക്ഷൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. മീൻസ് എക്സ് വഴി പറയണം, ആക്സിസ്, എന്നിട്ടാണ് ചെയ്യേണ്ടത്. അതായത് സപ്പോസ് ഇനീഷ്യൽ മൊമെന്റം അലോങ് എക്സ് ഡിറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം അലോങ് എക്സ് ഡിറക്ഷൻ. ഇനീഷ്യൽ മൊമെന്റം അലോങ് എക്സ് ഡിറക്ഷൻ എന്താണ്? m1 u1. ഇനി ഫൈനൽ മൊമെന്റം അലോങ് എക്സ് ഡിറക്ഷനോ എന്തൊക്കെയാണ്? m1 v1 cos θ1 പ്ലസ് m2 v2 cos θ2. ഇനി ഇനീഷ്യൽ മൊമെന്റം അലോങ് y axis should be equal to final momentum along
വൈ ആക്സിസ്. ഈ കേസ് എടുക്കുമ്പോൾ ഇനീഷ്യലി വൈ ആക്സിസിൽ മൊമെന്റ് ഒന്നും ഇല്ല, സോ സീറോ ഈക്വൽ ടു ഫൈനൽ മൊമെന്റം അലോങ് വൈ ആക്സിസ്. ഓക്കെ, ഞാൻ എന്ത് എടുക്കുകയാണ്, മുകളിലോട്ട് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? m1 v1 സൈൻ തീറ്റ 1 മൈനസ് m2 v2 സൈൻ തീറ്റ 2. m1 v1 സൈൻ തീറ്റ 1 മൈനസ് m2 v2 സൈൻ തീറ്റ 2 അല്ലേ? എനി ഡൗട്ട്? ഇല്ലല്ലോ. യെസ്, ഇങ്ങനെയാണ് നമ്മൾ മൊമെന്റം കൺസേർവ് ചെയ്ത് പോകുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2021 ചോദ്യമാണ്. എ ബോൾ ഓഫ് മാസ് 10 kg moving with a velocity 10 root 3 meter per second along x-axis hits another ball of mass 20 kg which is at rest. After collision, the first ball comes to rest and the second one disintegrates into two equal pieces. One of the pieces starts moving along y-axis at a speed of 10 meter per second. The second piece starts moving at a speed of 20 meter per second at an angle theta with respect to the x-axis. The configuration of pieces after collision is shown in the figure. The value of theta to the nearest integer is, diagram is shown. So let me make a more clarity picture. നമുക്ക് ബിഫോർ കൊളീഷൻ എന്താ നോക്കാം. ബിഫോർ കൊളീഷൻ എന്താണ് നോക്കാം അല്ലേ? 10 kg മാസ് ആണ്. പോകുന്ന വെലോസിറ്റിയോ എ മാസ്, പോകുന്ന വെലോസിറ്റിയോ 10 root 3 meter per second. ബി മാസോ, ബി മാസ് എത്രയാണ്? വെയിറ്റ് 20 kg ആണ് മാസ്. എന്താണ്? റെസ്റ്റിലാണ് ഉള്ളത്. ഇതാണ് ബിഫോർ കൊളീഷൻ. നമുക്ക് നോക്കാം ആഫ്റ്റർ കൊളീഷൻ എന്താണ്. ആഫ്റ്റർ കൊളീഷൻ നോക്കിയാൽ ആഫ്റ്റർ കൊളീഷൻ എ എന്തായി? റെസ്റ്റിൽ വന്നു. ബി എന്തായെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ബി ഡിസഇന്റഗ്രേറ്റ് ചെയ്തില്ലേ? ബി ഡിസഇന്റഗ്രേറ്റ് into equal pieces. One of the pieces starts moving along y-axis. One of the pieces starts moving along the y-axis at 10 meter per second. The second piece starts moving at a speed of 20 meter per second, making an angle theta with respect to the x-axis. ഇതാണ് സെക്കൻഡ് പീസ്. സെക്കൻഡ് പീസ് ഇങ്ങനെ പോവാണ്, making an angle theta. Disintegrate two equal pieces. So 20 kg two equal pieces ആയിട്ട് ഡിസിന്റഗ്രേറ്റ് ചെയ്താൽ അല്ലേ? 20 kg ടു ഈക്വൽ പീസ് ആയിട്ട് ഡിസിന്റഗ്രേറ്റ് ചെയ്താൽ ഒരു 10 kg ഒരു 10 kg അങ്ങനല്ലേ കിട്ടുക? അപ്പൊ ഫൈനൽ നോക്കുകയാണെങ്കിൽ ഒരു 10 kg മസിൽ എലോങ് വൈ ആക്സിസ് പോകുന്നു. എത്ര സ്പീഡ്? 10 meter per second. അതിന്റെ മറ്റേ പാർട്ട് എങ്ങനെ പോകുന്നു? മേക്കിംഗ് തീറ്റ ആംഗിൾ വിത്ത് ദ എക്സ് ആക്സിസ് 20 meter per second പോകുന്നു. ഇതിന്റെയും വെയിറ്റ് എത്ര തന്നെ? 10 kg. ഇതാണ് നമ്മുടെ സിനാരി ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൊമെന്റം കൺസേർവ് ചെയ്യാം. നമുക്ക് ആദ്യം മൊമെന്റം എവിടെ കൺസേർവ് ചെയ്യാം? എക്സ് ആക്സിൽ കൺസേർവ് ചെയ്യാം. എക്സ് ആക്സിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മൊമെന്റം കൺസേർവ് ചെയ്യാൻ പോവാണ്. കൺസേർവ് ചെയ്യൂടെ? എക്സ് ആക്സിൽ ഇനീഷ്യൽ മൊമെന്റ് എത്രയാണ്? എക്സ് ആക്സിൽ 10 into 10 root 3, റൈറ്റ്? സോ ഈ 20 meter per second എനിക്ക് രണ്ട് കോമൺ ആക്കി കൂടെ? എന്തൊക്കെയാണ്? ഇങ്ങോട്ടേക്ക് 20 cos theta, ഇങ്ങോട്ടേക്കോ 20 sin theta. So 10 into 10 root 3 will be equal to, ഇതാണ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റ് ഇത് റെസ്റ്റിലായല്ലോ. ഫൈനൽ മൊമെന്റ് എന്താണ്? 20 cos theta. ഇതാണ് എക്സ് ആക്സിസിൽ സോൾവ് ചെയ്യുമ്പോൾ. നമ്മൾ കുറച്ചുകൂടി സോൾവ് ചെയ്താൽ കുറച്ചുകൂടി ഇത് കിട്ടും നമുക്ക്. 0 0 ക്യാൻസൽ ചെയ്യാൻ പറ്റും.
വെയിറ്റ്. എല്ലാം എക്സ് ആക്സിസ് എങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്? 10 into 10 root 3 will be equal to 10 into 20 cos theta. 10 cancel, 10 2. That is root 3 equal to 2 cos theta. നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി root 3 equal to 2 cos theta. ഇനി നമുക്ക് along y ആക്സിസിൽ മൊമെന്റം കൺസേർവ് ചെയ്യാം. along y ആക്സിസിൽ ഇനീഷ്യൽ മൊമെന്റം ഉണ്ടോ? ഇനീഷ്യൽ മൊമെന്റം ഇല്ല. സോ 0 equal to ഫൈനലി രണ്ട് മൊമെന്റ് ഉണ്ടല്ലേ y ആക്സിസിൽ? എന്തൊക്കെ ഉണ്ട്? 10 into 10 ഉണ്ട്. സോ മുകളിലോട്ട് ഞാൻ പോസിറ്റീവ് എടുത്ത താഴോട്ടേക്ക് നെഗറ്റീവ്. മൈനസ് 10 into 20 സൈൻ തീറ്റ. ഓർ എന്ത് കിട്ടി എനിക്ക്? 200 സൈൻ തീറ്റ ഈക്വൽ ടു 100. ഓർ സൈൻ തീറ്റ ഈക്വൽ ടു 100/200. ദറ്റ് ഈസ് വെയിറ്റ് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എഴുതാം. ഇങ്ങനെയല്ലേ കിട്ടുന്നത് ഫൈനലി? 2 സൈൻ തീറ്റ ഈക്വൽ ടു 1. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ 2/1 ചെയ്യാണ്. ഇക്വേഷൻ 2/1 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2 സൈൻ തീറ്റ ബൈ 2 cos theta will be equal to 1/√3. 2 will get cancel each other. Or tan theta is 1/√3. Tan theta 1/√3. Tan theta 1/√3 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? തീറ്റ will be 30 degree. തീറ്റ will be 30 degree. ഓക്കെ. സോ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഈ തീറ്റ എത്രയായിരിക്കും? യെസ്, ഈ തീറ്റ എത്രയാ വരുന്നത്? 30 degree. ഓക്കെ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി തരാം. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കോ. ചോദ്യം ഇതാണ്. എന്താണ്? ജസ്റ്റ് ബിഫോർ കൊളീഷൻ, ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ജസ്റ്റ് ബിഫോർ കൊളീഷൻ ഇതാണ് കണ്ടീഷൻ. എന്ത്? 10 കിലോ ഉള്ള ബോള് 5 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങോട്ട് പോകുന്നു. പിന്നെയോ 20 കിലോ ഉള്ള ബോളോ ഇങ്ങോട്ടേക്ക് വരുന്നു 10 മീറ്റർ പെർ സെക്കൻഡിൽ. ഓക്കെ. കൊളീഷൻ കഴിഞ്ഞിട്ട് 10 കിലോ ഉള്ള ബോള് ഇങ്ങോട്ടേക്ക് പോയി v1 വെലോസിറ്റിയിൽ, 20 കിലോ ഉള്ള ബോളോ ഇങ്ങോട്ട് പോയി v2. v1 v2 എത്രയാണ്? എന്താണ്? കൊളീഷൻ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇ വിൽ ബി 1. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന എന്താണ്? മൊമെന്റം കൺസർവേഷൻ അല്ലേ? സോ മൊമെന്റം കൺസർവ് ചെയ്ത് പോവാതെ അച്ഛൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ മൊമെന്റം കൺസർവ് ചെയ്യാൻ പറ്റില്ലേ? സോ പി ഇനീഷ്യൽ എന്താണ്? നമുക്ക് പി ഫൈനൽ എടുക്കാം. പി ഇനീഷ്യൽ എന്താണ്? ഞാൻ വലത്തോട്ടേക്ക് പോസിറ്റീവ് എടുത്താൽ 10 into 5 plus 20 into -10 will be equal to 10v1 plus 20v2. ഇങ്ങനെ എഴുതി കൂടെ? ഇങ്ങനെ എഴുതാം. 50 minus 200. 50 minus 200 will be 10v1 plus 20v2. Minus 150 will be 10v1 plus 20v2. So I can write minus 15 equal to v1 plus 2v2. ഇങ്ങനെ ഇക്വേഷൻ ആയി അല്ലേ? സോ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റേഷൻ വഴി കണ്ടുപിടിച്ചൂടെ?
എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസിഡ്യൂഷൻ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ബൈ ജസ്റ്റ് ബിഫോർ. സോ റിലേറ്റീവ് സ്പീഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ എന്തായിരിക്കും? V2 മൈനസ് V1. ജസ്റ്റ് ബിഫോർ കൊളീഷനോ? യെസ്, 5-ലും 10-ലും പോകുന്നു. ഓപ്പോസിറ്റ് അല്ലേ? റിലേറ്റീവ് സ്പീഡ് എത്രയാ? 15. സോ ഇലാസ്റ്റിക് കൊളീഷൻ, സോ ഈ വിൽ ബി 1. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി എന്ത്? V2 മൈനസ് V1 എത്രയാണ്? 15. V2 മൈനസ് V1 എത്രയാണ്? 15. സോ നമ്മൾ ഇപ്പൊ രണ്ട് ഇക്വേഷൻ ആയില്ലേ? സോ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? അതായത് ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? V1 പ്ലസ് 2V2 എത്രയാണ്? -15. രണ്ടാമത്തെ ഇക്വേഷൻ V2 മൈനസ് V1 എത്രയാണ്? 15. രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 3V2 വിൽ ബി ഈക്വൽ ടു 0. 3V2 0 എന്ന അർത്ഥം എന്താ? V2 0. അതായത് V2, അതായത് രണ്ടാമത്തെ മാസം എന്ത് ചെയ്യും? റെസ്റ്റിലേക്ക് വരും. ഒന്നാമത്തെ മാസത്തിലായിരിക്കും V1 വിൽ ബി -15 കിട്ടും. -15. അപ്പോൾ ഫൈനൽ കണ്ടീഷൻ എന്തായിരിക്കും? V1 -15, അതായത് ഇടത്തോട്ടേക്ക് പോകും അല്ലെ? V2 എന്താകും? റെസ്റ്റിലാകും. ഓക്കെ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ പ്രോബ്ലംസും എന്ത് ചെയ്തിട്ടുണ്ട്? സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. സോ കോൺസ്റ്റന്റ് ഫോഴ്സ് F cos theta വേരിയബിൾ ഫോഴ്സ് ഇന്റഗ്രൽ F dot dr അല്ലേ? നമ്മൾ പ്രോബ്ലം ചെയ്തു. വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ബൈ വോൾ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പിന്നെ എന്ത് ചെയ്തു? സ്പ്രിംഗ് എനർജി ഹാഫ് kx². Conservative, don't conserve forces. Potential energy, it's all about taking a reference point. Taking a reference point. At reference point, potential energy will be 0. Of equilibrium, right, stable, unstable, neutral. At equilibrium, means net force equal to 0. And mechanical energy conservation, the conditions are work done by friction and work done by external force should be 0. Then kinetic energy plus potential energy plus spring energy, അതിന്റെ sum എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. Collision is in one dimension, നമുക്ക് മൊമെന്റം കൺസർവ് ചെയ്യാം. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റെസിഡ്യൂഷൻ E വെച്ച് പറയാം. റിലേറ്റീവ് സ്പീഡ് ആഫ്റ്റർ കൊളീഷൻ ബൈ റിലേറ്റീവ് സ്പീഡ് ബിഫോർ കൊളീഷൻ. പിന്നെ E ഈക്വൽ ടു 1 ആണ് ഇവിടെ ഇലാസ്റ്റിക് കൊളീഷനിൽ. ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് E 0. then E greater than 0, less than 1, inelastic, not perfectly inelastic, right? അത് നമ്മൾ ചോദ്യം ചെയ്തു. കൊളീഷൻസ് ഇൻ 2 dimensions. അഗൈൻ നമുക്ക് കോമ്പണന്റ് വൈസ് ചെയ്തിട്ട് പിന്നെ മൊമെന്റം കൺസേർവ് ചെയ്താൽ മതി, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ, സോ ഐ ഹോപ്പ് എവരിബഡി അണ്ടർസ്റ്റുഡ് ദ concept. So thank you everyone for watching. Okay, bye.